കേരളത്തിൽ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തിയ ഒരു സംഭവമായിരുന്നു ബോച്ചെ ഹണി റോസ് ഇഷ്യൂ. തുടർച്ചയായ ലൈംഗിക അധിക്ഷേപ കമൻറ്റുകൾ ഹണി റോസിനെതിരെ ബോച്ചെ പറയുകയും അങ്ങനെ അതൊരു അവസാനം ഒരു കേസിൽ എത്തി നിൽക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നതിനെപ്പറ്റി ഹണി റോസ് പറയുകയാണ്. ഒരിക്കലും കേസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല പ്രതികരിക്കാൻ തുടങ്ങിയത് എന്നാണ് ഹണി പറയുന്നത്. മാനസികമായി വളരെ അധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെങ്കിലും അത് അറിയിക്കുകയാണ് ചെയ്തത് എന്നും അതിൻ്റെ അങ്ങേയറ്റം എത്തിയപ്പോഴാണ് കേസിലേക്ക് കടന്നത് എന്നുമാണ് ഹണി റോസ് വ്യക്തമാക്കുന്നത്. ഹണി റോസ് പറയുകയാണ്, ഇങ്ങനെയൊരു വിഷയമുണ്ടായപ്പോൾ ഒരിക്കലും കേസ് കൊടുക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടാക്കി. പൊതുവേദിയിൽ വെച്ച് അധിക്ഷേപം വരുമ്പോൾ ഭയങ്കരമായ മാനസിക പ്രയാസമുണ്ടാക്കി. എങ്കിലും കേസ് കൊടുക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. അവരോട് അതിനെക്കുറിച്ച് പറയുകയാണ് ചെയ്തത്. അതിനി ആവർത്തിക്കരുത് എന്നാണ് പറഞ്ഞത്. അത് ഏത് ദൈവം തമ്പുരാൻ ആയാലും വേറെ വഴിയില്ല, കേസല്ലാതെ വേറെ വഴിയില്ല എന്ന നിലയിലെത്തിയപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഇത്തരം അധിക്ഷേപങ്ങൾ ഒന്നും തന്നെ തമാശയായി കാണാൻ കഴിയില്ല എന്നാണ് ഹണി റോസ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഹണി റോസ് പറയുന്നുണ്ട്. താൻ കൊടുത്തത് ലൈംഗിക അധിക്ഷേപ പരാതിയാണ്. പക്ഷേ ചിലർ അത് വസ്ത്രത്തിൻ്റെ വിഷയമാക്കി മനോഹരമാക്കി ഒതുക്കി തീർത്തു. നല്ല വസ്ത്രം ഇടുന്നവരും പല കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. എനിക്ക് യോജിക്കുന്ന വസ്ത്രങ്ങളാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. അതിലൊരു ആത്മപരിശോധനയും എനിക്ക് ഇതുവരെ നടത്തേണ്ടി വന്നിട്ടില്ല എന്ന് ഹണി റോസ് പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക ഈ വിഷയത്തിൽ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി കാത്തിരിക്കുക. ടേക്ക് കെയർ.